അടുത്തത് ഒരു NDA പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് f of x equal to 3x square minus 5x plus p and f of 0 and f of 1 are opposite in sign, then which of the following is correct? ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് f of 0യും f of 1ഉം ഓപ്പോസിറ്റ് സൈൻ ആണ്. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊന്ന് നെഗറ്റീവ്, ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ മറ്റൊന്ന് പോസിറ്റീവുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം f of 0യും f of 1ഉം ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം. f of 0 എങ്ങനെ വരും മക്കളെ? f of 0 എന്ന് പറയുന്നത് x-ന് ഇവിടെ 0 കൊടുക്കുക. സോ 3 times 0 square minus 5 times 0 plus p എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ? f of 0 equal to ഇതും 0 ആയി പോകും, ഇതും 0 ആയി പോകും, p എന്ന് പറഞ്ഞ് കിട്ടും. ഇനി f of 1 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. f of 1 equal to 3 times 1 square minus 5 times 1 plus p, അഥവാ നമുക്ക് കിട്ടും 3 times 1 square 3 ആണ്. ഓക്കെ, -5 എന്ന് പറയുമ്പോൾ 3 - 5 എന്ന് പറയുന്നത് -2 ആകും. സോ -2 പ്ലസ് പി അഥവാ p - 2 എന്ന് പറഞ്ഞ് കിട്ടും. സോ f of 0 എന്ന് പറയുന്നത് p യും f of 1 എന്ന് പറയുന്നത് p - 1 ആണ്. നമുക്കറിയാം മക്കളെ a b യും ഓക്കെ രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ, a പോസിറ്റീവും b നെഗറ്റീവും, അല്ലെങ്കിൽ a നെഗറ്റീവും b പോസിറ്റീവും ആണെങ്കിൽ, രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ഓക്കെ എ ബി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും മക്കളെ? രണ്ട് ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ ഓക്കെ എ ബി എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒന്ന് പോസിറ്റീവ് മറ്റൊന്ന് നെഗറ്റീവ് എന്ന അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും, അഥവാ നമുക്ക് പറയാം ലെസ് ദാൻ 0 ആയിരിക്കും. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് മക്കളെ. ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം f of 1ഉം f of 0യും ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓക്കെ, രണ്ടും എക്സാക്ട്ലി സെയിം വാല്യൂ എന്ന് ഒന്നും പറഞ്ഞില്ല, രണ്ടിന്റെയും സൈൻ ഓപ്പോസിറ്റ് ആണെന്നാ പറഞ്ഞുള്ളൂ. നമ്മളെപ്പോഴും എടുക്കാൻ വേണ്ടി തെറ്റിദ്ധരിക്കാൻ പോകുന്ന മറ്റൊരു സാധനമാണ് രണ്ടും സെയിം വാല്യൂ ആയിരിക്കും പക്ഷെ ഡിഫറെന്റ് സൈൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് p ഈക്വൽ ടു -p - 2 എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എഴുതാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക, ഇവിടെ സൈൻ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? നമുക്ക് രണ്ടിന്റെയും ന്യൂമറിക്കൽ വാല്യൂ സെയിമോ ഒന്നും അല്ല. ഓക്കെ, സൈൻ ആണ് ഡിഫറെന്റ്, ന്യൂമറിക്കൽ വാല്യൂ എന്തും ആകാം. സോ നമുക്കിവിടെ പറയാം f of 0 times f of 1 എന്ന് പറയുന്നത് ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ലെസ് ദാൻ 0 ആയിരിക്കും. സോ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? p times p - 2 ലെസ് ദാൻ 0. ഓക്കെ, p times p - 2 എന്ന് പറയുന്നത് എന്താ മക്കളെ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. p സ്ക്വയർ - 2p എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എപ്പോഴാണ് ലെസ് ദാൻ 0 വരുന്നത്? നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒന്ന് ഗ്രാഫ് വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ജസ്റ്റ് ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി എന്നാൽ നമുക്കറിയാം ഇതിന്റെ സീറോസ് എന്ന് പറയുന്നത് 0യും 2ഉം ആണ്. ഓക്കെ, അപ്പൊ സീറോസ് എന്ന് പറയുന്നത് 0യും 2ഉം ആണെങ്കിൽ ഓക്കെ നമ്മൾ അതിന്റെ ഗ്രാഫ് ഇത് അപ്വേർഡ് ആയിരിക്കും, പോസിറ്റീവ്. ഓക്കെ, പി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അപ്വേർഡ് ഗ്രാഫ് ആയിരിക്കും. സോ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഗ്രാഫ് വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകും 0 തൊട്ട് 2ന്റെ ഇടയ്ക്കാണ് ഈ ഗ്രാഫ് എങ്ങോട്ട് വരുന്നത്? എക്സ് ആക്സിസിന് താഴെ, അഥവാ നെഗറ്റീവ് വാല്യൂ, ഔട്ട്പുട്ട് നെഗറ്റീവ് വരുന്നത്. 0ക്ക് മുമ്പും പോസിറ്റീവാണ്, 0ക്ക് ശേഷവും പോസിറ്റീവാണ്. ഇനി നമുക്ക് ഇവിടെ അല്ലാതെ വാല്യൂ വെച്ച് നോക്കാം. 0ക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ p നെഗറ്റീവ് ആയാൽ p നെഗറ്റീവ് ആയി ഇതും നെഗറ്റീവ് ആകും. p - 2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും. നെഗറ്റീവ് ടൈംസ് നെഗറ്റീവ് എന്താകും? പോസിറ്റീവ് ആകും. ഓക്കെ, ഇനി 2ന് ശേഷമാണെങ്കിലോ? 2ന് ശേഷമാണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്, 2നെക്കാട്ടി വലുതാണ്. സോ ഇത് 2നെക്കാട്ടി വലുതാണെന്ന് പറയുമ്പോൾ ഇതും എന്താകും മക്കളെ? പോസിറ്റീവ് ആകും. p - 2 എന്ന് പറയുന്നത്. അപ്പോൾ 2നെക്കാട്ടി വലുതാകുമ്പോൾ അതിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ അതെന്തായാലും 0നെക്കാട്ടി വലുതായിരിക്കും. അപ്പോൾ ഇതും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ടൈംസ് പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് നെഗറ്റീവ് ആകുന്ന ഏതിന്റെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ? 0ക്കും 2നും ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം ഇത് നെഗറ്റീവ്, ഈ കണ്ടീഷൻ ട്രൂ ആകണമെങ്കിൽ p എന്ന് പറയുന്ന ഏതിന്റെ ഇടയ്ക്കായിരിക്കണം? 0ക്കും 2നും ഇടയ്ക്കായിരിക്കണം വരേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? 0 ലെസ് ദാൻ p ലെസ് ദാൻ 2 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അതാണ് നമ്മൾ ഇവിടെ അപ്പൊ ചെയ്തൊന്നുമില്ല. f of 0 f of 1ഉം ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞു. സോ അവരുടെ പ്രൊഡക്റ്റ് രണ്ടും ഡിഫറൻസ് സൈൻ ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കണം, അഥവാ ലെസ് ദാൻ 0 ആയിരിക്കണം. സോ രണ്ടിന്റെയും വാല്യൂ കണ്ടുപിടിച്ചു. ലെസ് ദാൻ 0 വരുന്ന കേസ് ഏതാണെന്ന് നോക്കി. ഓക്കെ മക്കളെ.